ഹലോ, നമസ്കാരം. ഞാൻ ബീന ധർമ്മൻ. വീണ്ടും കൗൺസിലിങ്ങിൻ്റെ അറിവിലേക്കൊരു സ്വാഗതമാണിത്. ശരിക്കും വിജയിയായും ഫെയിലിയർ പേഴ്സണായിട്ട് ഒരു തോൽവിക്കാരനായിട്ടും രണ്ട് രീതിയിൽ നമ്മൾ ജീവിതത്തിൽ ജീവിക്കുന്നുണ്ട്. സ്നേഹം ഉള്ളവരായി, സ്നേഹമില്ലാത്തവരായി, പിന്നെ ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നവരായി, ജീവിതം ആസ്വദിക്കാൻ പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, വളരെയേറെ അത് ആസ്വദിക്കാൻ കഴിയാതെയും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യര് തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ഇതിൻ്റെ പിന്നിൽ നമ്മുടേതായ കാരണങ്ങൾ, അവനവന്റെ ഉത്തരവാദിത്വം ജീവിതത്തിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളിൽ രൂപീകരിക്കപ്പെടാനിടയായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രത്യേക തരത്തിലായിട്ടുള്ളത്. അതിന് ഞാൻ മുൻപും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻവയോൺമെന്റ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്. ഈ മൂന്ന് കാരണങ്ങൾ ജനിക്കുന്ന ഒരു കുഞ്ഞിന് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. ആ കുട്ടി അതിന് വിധേയമായിട്ടാണ് വളർന്നു വരുന്നത്. പക്ഷെ അതിനുശേഷം അവനവന്റെ ജീവിതം ഇതിന് മാറ്റം വരുത്തിയില്ലെങ്കിൽ മരിക്കുന്നവരെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മാറ്റം വരണമെങ്കിൽ അതിന് 4 കാരണങ്ങളാണ് സംഭവിക്കേണ്ടത്. ഒന്ന്, ഇതിൽ പെടുന്നതല്ല, ശരിക്കും ട്യൂൺഡായിട്ട് ആ ഒരു നല്ല വിജയിയുടെ ലൈഫ് വീട്ടിൽ നിന്നും കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഇതെല്ലാം നിന്ന് ഫോം ചെയ്യപ്പെടുന്നതാണെങ്കിൽ ഇതിന് വിഷയമില്ല, നമ്മളൊരു വിന്നർ ആയിരിക്കും. അതല്ലാതെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളാണ്. പിന്നീട് ഒരു വ്യക്തിക്ക് മാറ്റം വരണമെങ്കിൽ 4 കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഒന്ന്, ഈ വ്യക്തിക്ക് ശരിയായ ഒരു അവയർനെസ് വരണം. 2, സ്നേഹത്തിലൂടെ, സ്നേഹം ഒരു ഉത്തമമായ മരുന്നാണ്. ആ ഒരു ഹീലർ ആണ് സ്നേഹം. ആ സ്നേഹത്തിലൂടെ മാറാൻ കഴിയണം. 3, സഹിക്കാൻ കഴിയാത്ത ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ഈ വ്യക്തി എത്തിയാലാണ് മാറാൻ കഴിയുക. ഇനി ഇതൊന്നുമല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ എനിക്കറിയാം എൻ്റെ പൊട്ടൻഷ്യൽ, എൻ്റെ സാധ്യതകളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയല്ല, എനിക്ക് നല്ല റേഞ്ചിൽ വളരാൻ കഴിയണം. 5 ഒരു വളർച്ച ഹ്യൂമൻ ബീയിങ്ങിന് പറഞ്ഞിട്ടുള്ളതാണ്, സെൽഫ് ആക്ച്വലൈസേഷൻ വരെ. അതിലേക്കുള്ള സ്റ്റേജ് ബൈ സ്റ്റേജ് വളരാനായിട്ടുള്ള എന്നിൽ തടസ്സമായിരിക്കുന്ന കാര്യങ്ങളെ ആദ്യം ഹീലിംഗ് നടന്ന് പിന്നീട് ആവശ്യമായ ഉചിതമായ രീതിയിൽ നമ്മളുടെ ആ ഒരു മെച്യൂരിറ്റി പ്രവർത്തിപ്പിച്ചും കൊണ്ട് നമ്മളുടെ അൺകോൺഷ്യസിലുള്ള പ്രശ്നങ്ങളെ വരെ മാറ്റിക്കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് ക്യൂർ അത് നടത്തിയാൽ ഏതൊരു വ്യക്തിക്കും ഉത്തമമായ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം തീർച്ചയായിട്ടും സാധ്യമാണ്.